സൂത്ര, എൻ്റെ ഒരു അപ്പൂപ്പ വന്നിട്ടുണ്ട്. ദേഷ്യക്കാരനാ. എന്നിട്ട് എവിടെ? ഗുഹയിലിരുത്തിയിരിക്കുക. എപ്പോഴും അടുത്ത് ആരെങ്കിലും വേണം. അപ്പൂപ്പ ഏത് നേരത്ത് എന്തെങ്കിലും ചോദിക്കും, കിട്ടില്ലേ ചൂടാവും. അത് ശരി. എന്നിട്ടാണോ താൻ ഇങ്ങോട്ട് വന്നത്? അപ്പൂപ്പനെ ഒറ്റയ്ക്കല്ലേ? അല്ലെന്നേ, കൃത്യസമയത്ത് എൻ്റെ ഒരു അമ്മാവൻ്റെ മോൻ വന്നു. അവനെ അപ്പൂപ്പനെ കൂട്ടിലിരുത്തി. അല്ല, കൂട്ടിനിരുത്തി. പിന്നെ പിള്ളേരാണെങ്കിൽ അപ്പൂപ്പൻ്റെ ദേഷ്യം കുറവാ. എങ്ങനെ? അതാരാ? ഓ, അത് അവനാണല്ലോ. എടാ, അപ്പൂപ്പൻ ഒറ്റയ്ക്കല്ലേ? അത് കുഴപ്പമില്ല, എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടാ. അപ്പൂപ്പന് ആവശ്യം പറഞ്ഞു, ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇനി ആവശ്യം വന്നാലോ? ഇനി ചോദിക്കില്ല എന്ന് പറഞ്ഞു. നീ എന്താ ചെയ്തു കൊടുത്തത്? അപ്പൂപ്പൻ മരച്ചുവട്ടിൽ റെസ്റ്റ് എടുക്കുന്ന നേരത്ത് ഒരു കല്ല് കാണിച്ച് അതിൽ തല വെക്കണം എന്ന് പറഞ്ഞു. ഓ, തലയട. അപ്പോൾ ഞാൻ ആ കല്ലിൽ തല വെച്ചു. അപ്പൂപ്പൻ അത് കണ്ട് ചൂടായി. എടാ, നിന്റെ തലയിലല്ല, എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്ക്. ഞാൻ അപ്പൂപ്പനെ കല്ലിൻ്റെ അടുത്തേക്ക് വലിച്ചിഴിച്ചു. അപ്പോഴും അപ്പൂപ്പൻ ചൂടായി. എടാ, എന്നെ വലിക്കാതെ കല്ലിങ്ങോട്ട് കൊണ്ടുപോടാം. അന്നേരം ഞാൻ അപ്പൂപ്പൻ്റെ കല്ല് തലയിൽ വെക്കാൻ നോക്കി. എടാ, അയ്യോ, തലയുടെ മുകളിലല്ല, തല കല്ലിന് മുകളിൽ വരണം. ഓഹോ, ഞാൻ എങ്ങനെ ചെയ്തു? അപ്പോഴേ പൊയ്ക്കളെന്ന് പറഞ്ഞത്. ശരി, എന്നോട് വരാൻ പറ എന്ന് പറഞ്ഞു. എന്താണ് അപ്പോൾ കാര്യം? കല്ല് കൃത്യം തലയുടെ താഴെയാണ് വെച്ചിരിക്കുന്നത്.